ഒരു ഭാഷയുടെ അതിരുകൾക്കപ്പുറത്തു നിന്ന് വന്ന് മറ്റൊരു ജനതയുടെ ഹൃദയമിടിപ്പായി മാറുക കേൾക്കുമ്പോൾ അതിശയം തോന്നാം. എന്നാൽ മലയാളിക്ക് എസ് ജാനകി അഥവാ നമ്മുടെ സ്വന്തം ജാനകിയമ്മ വെറുമൊരു ഗായിക മാത്രമല്ലായിരുന്നു. മലയാളികളുടെ വിരഹത്തിലും പ്രണയത്തിലും താരാട്ടിലും കണ്ണീരിലും ഒരുപോലെ കൂട്ടിരുന്ന ശബ്ദമായിരുന്നു അത്. ആന്ധ്രയിലെ ഗുണ്ടൂരിൽ ജനിച്ച ഒരു തെലുങ്ക് പെൺകുട്ടി എങ്ങനെയാണ് മലയാളികളുടെ സകല ജീവിത വികാരങ്ങളുടെയും നിറശബ്ദമായി മാറിയത്? കഥ തുടങ്ങുന്നത് 1956 ആകാശവാണിയുടെ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ആത്മവിശ്വാസവുമായി ചെന്നൈ നഗരത്തിലേക്ക് വണ്ടി കയറിയതാണ് ജാനകി എന്ന പെൺകുട്ടി. ശാസ്ത്രീയമായി സംഗീതം പഠിക്കാൻ മോഹിച്ചിട്ടും നടക്കാതെ പോയ ആ 18കാരി തൊട്ടടുത്ത വർഷം, അതായത് 1957 വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെ പിന്നണി ഗായികയായി അരങ്ങേറി. അതേ വർഷം തന്നെ മിന്നൽ പടയാളി എന്ന ചിത്രത്തിലൂടെ അവർ മലയാളത്തിലേക്കുമെത്തി. പിന്നീട് അങ്ങോട്ട് മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ സുവർണകാലമായിരുന്നു. ജി ദേവരാജൻ, MS ബാബുരാജ്, ദക്ഷിണാമൂർത്തി സ്വാമി, കെ രാഘവൻ മുതൽ പിന്നീട് വന്ന ജോൺസണും രവീന്ദ്രനും ശ്യാമും അടക്കമുള്ള പ്രഗത്ഭരുടെയെല്ലാം മാസ്റ്റർ പീസുകൾക്ക് ജാനകിയമ്മ തന്റെ ശബ്ദം നൽകി. വെള്ളിത്തിരയിലെ നായികമാർക്ക് ജാനകിയുടെ ശബ്ദമില്ലാതെ മറ്റൊന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു അവിടെ. ഒപ്പം യേശുദാസ് ജാനകി കൂട്ടുകെട്ട് സമ്മാനിച്ച അനശ്വര ഗാനങ്ങൾ മലയാളികൾ നെഞ്ചോട് ചേർത്തു. നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ എന്ന് കാത്തിരുന്ന കാമുകിയായും, തുമ്പീവ തുമ്പക്കുടത്തിൻ എന്ന് പാടിയ അമ്മയായും അവർ മാറി മാറി വന്നു. സന്തോഷമായാലും സങ്കടമായാലും മലയാളിക്ക് കൂട്ട് ജാനകിയമ്മയുടെ പാട്ടുകളായിരുന്നു. 14 തവണയാണ് മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഈ ശബ്ദത്തെ തേടിയെത്തിയത്. 5ലേറെ പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത പരീക്ഷയ്ക്ക് ശേഷം അവർ പാട്ടു നിർത്താൻ തീരുമാനിച്ചപ്പോൾ ആ അവസാന ഗാനവും പിറന്നത് മലയാളത്തിലായിരുന്നു എന്നത് കാലം കാത്തുവെച്ച കാവ്യനീതിയാകാം. ഭാഷയുടെ അതിർവരമ്പുകൾ മായ്ച്ചു കളഞ്ഞ ആ ശബ്ദം തലമുറകൾ കൈമാറി ഇന്നും ഓരോ മലയാളിയുടെയും ഉള്ളിൽ ജീവിക്കുന്നു. കേവലം ഒരു പിന്നണി ഗായിക എന്നതിനപ്പുറം മലയാളിക്ക് ജാനകിയമ്മ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ്. പാടിയ പാട്ടുകളിലൂടെയെല്ലാം അവർ ഇന്നും നമ്മുടെ നിത്യജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു.